ഇന്നലെ ചന്ദ്രഗ്രഹണമായിരുന്നു, അതുകൊണ്ട് ചന്ദ്രനെ പോലെ ഇരിക്കുന്ന അപ്പവും ചെയ്തു, പിന്നെ ചുണ്ടയ്ക്കയും പാവയ്ക്കയും മുളകും എല്ലാം കൂടിയിട്ട് ഒരു കറിയും ചെയ്തു. പിന്നെ ഉച്ചത്തേക്കാണെങ്കിൽ തോരൻ വെച്ച് കൂട്ട പച്ചക്കറി ഇട്ട് ഒരു അച്ചാർ ചെയ്ത്, പിന്നെ പരിപ്പ്, പിന്നെ വെണ്ടയ്ക്ക കറി എല്ലാം കൂടി ചെയ്ത് നേരത്തെ അങ്ങോട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ 3 മണിക്ക് ചന്ദ്രഗ്രഹണം തുടങ്ങുമല്ലോ, ഒന്നും കഴിച്ചിട, വെള്ളം പോലും ഒന്ന് കുടിച്ചുകൂടാ. എല്ലാവരും കഴിച്ചതിന് ശേഷം തുളസി എല്ലാം എല്ലാത്തിലും കൊണ്ടിട്ട് കേട്ടാ, കിണറിലും എല്ലായിടത്തിലും കൊണ്ടിട്ടെ, ആഹാര സാധനത്തിലും ഫ്രിഡ്ജിലും എല്ലാം കൂടെ തുളസിലിട്ട്. പിന്നെ 2:45 കിടന്നിട്ട് 5:45 ഞാൻ ചാടി എഴുന്നിട്ട് എല്ലായിടത്തും തൂത്ത് വാരി തുടയ്ക്കുവാണ്. എന്ന് വെച്ചാൽ 6:45 ചന്ദ്രഗ്രഹണം കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് വിളക്കൊക്കെ കൊണ്ട് ക്ലീൻ ആക്കി നമ്മൾ വിളക്കൊക്കെ കൊളുത്തണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ നവനീതാന്ന് വിളിച്ചപ്പോൾ അവന് ഓടി വന്ന് പാവം വിളക്കെല്ലാം എടുത്ത് പുറത്തിട്ട് തന്നെയല്ല, തേച്ചും കൂടെ തന്നേട്ടാ. അപ്പോഴത്തേക്കാണ് ഞാൻ എല്ലാം തുടച്ചത്. കാസർഗോഡ് ഉണ്ടെങ്കിൽ നവനീത് ഞാൻ തുടയ്ക്കുന്ന സമയം ഓടി വന്ന് ഒന്ന് ചവിട്ടി അഴുക്കാക്കില്ല, അവന് ഉറക്കം വരത്തില്ല. എല്ലായിടത്തും തൂത്ത് തുടച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് 6:45 കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രഗ്രഹണം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ നല്ല ക്ലീൻ ആക്കി അങ്ങോട്ട് വെച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ വിളക്കൊക്കെ കൊളുത്തി, തുളസി തറയ്ക്കും കൊളുത്തി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അടുത്തൊന്നും ചന്ദ്രൻ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചന്ദ്രായ നമഃ 100 പ്രാവശ്യം ചൊല്ലി കേട്ടോ. രാത്രിയിലേക്ക് ഓട്സ് ചെയ്തു. ഓട്സിന്റെ കൂടെ നമ്മൾ അനാറും പിന്നെ പ്രൂൺസും തണ്ണമത്തേങ്ങ എല്ലാം കൂടെ കുത്തി അരിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് ഭയങ്കര മഴയായി. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈറ്റ് ഇട്ടാലേ രാത്രി സുഖമുള്ളൂ. ഞങ്ങൾ പാറുവിനെയും തേജിനും നോക്കിയിരിക്കുവാണേ.